കടുക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരയരുത് കടുക്, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. തൈരൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം. നമുക്ക് പച്ചടിക്ക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, വറ്റൽമുളക് ഇടുക, കറിവേപ്പില ഇടുക. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ടീസ്പൂൺ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിൽ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി ഇനി നമുക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ചിടാം. അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം. കടുക് പൊട്ടിച്ച് ഒഴിച്ച ഉടനെ അടച്ചു വെക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതൊന്ന് ഇളക്കിയേക്കാം. അപ്പോൾ നമ്മൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.